ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും HSST ഇംഗ്ലീഷ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മുടെ പുതിയ വീഡിയോ ബയോഗ്രഫിയ ലിറ്റററിയ ബൈ കോളറിഡ്ജ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രിഫേസ് ടു ലിറിക്കൽ ബാലഡ്സ് ഡിസ്കസ് ചെയ്തു. പിന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ എനിക്ക് തോന്നുന്നു ബിഹേവിയറിസം ആ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന വീഡിയോയിൽ ഒരു കുട്ടിയുടെ ഡൗട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാനിതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. ബട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കതിൻ്റെ കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതെന്താണെങ്കിലും നമുക്ക് മാറ്റണം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. ഇനി നമുക്ക് ഇതിൽ നിന്നും ഏതാണ്ട് 10-30 ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. ഒന്നും തോന്നരുത്, കാരണം എനിക്കറിയാം ബോറിംഗ് ആവുന്നുള്ളത് വളരെയധികം അറിയാം. ബട്ട് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തുന്നത്. അത് നമുക്ക് 2 ക്ലാസ്സായിട്ട് ശരിക്കും ചെയ്യേണ്ടതാണ്. ഇതൊക്കെ അത്യാവശ്യം 2 ക്ലാസ്സിനുള്ള ക്വസ്റ്റ്യൻസാണ് ഉള്ളത്. പക്ഷെ അതിനുള്ള ഒരു സമയത്തിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ 2 ക്ലാസ്സാക്കി എടുക്കുന്നില്ല, ഒറ്റ ക്ലാസ്സിൽ തീർക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ഞാൻ പല വീഡിയോസ് ഇതുപോലെ കണ്ടിട്ടുണ്ട്. അതിലെല്ലാം കാണുന്നത് ചിലപ്പോൾ ഈ ബയോഗ്രഫി ലിറ്റററിയ അതേപോലെ തന്നെ എല്ലാം കൂടെ മാക്സിമം വേണ്ടുന്ന ക്വസ്റ്റ്യൻസ് എടുത്തിട്ടും തരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സെലക്റ്റീവായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. പക്ഷേ നമ്മളിത് ഓരോ ക്ലാസ്സുകളായിട്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം അത് ഒട്ടും നോക്കാത്ത കുട്ടികൾക്ക് കൂടി ഒന്ന് യൂസ്ഫുൾ ആകട്ടെ എന്ന് കരുതിയിട്ടാണ്. അത്യാവശ്യം വേണ്ടുന്ന ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് 1-2 ടോപ്പിക്ക് വെച്ച് ചെയ്യാവുന്നത് തന്നെയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ പോകാം എന്നാണ് ഞാൻ കരുതുന്നത്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബയോഗ്രഫിയ ലിറ്റററിയ ഈസ് എ ഡാഷ്. ബയോഗ്രഫിയ ലിറ്റററിയ ഈസ് എ ക്രിറ്റിക്കൽ ഓട്ടോബയോഗ്രഫി. ഒരു ക്രിറ്റിക്കൽ ഓട്ടോബയോഗ്രഫിയാണ് ബയോഗ്രഫിയ ലിറ്റററിയ, അല്ലേ? ഇത് ഏത് കഴിഞ്ഞിട്ട് വന്നതാണ്? പ്രിഫേസ് ടു ലിറിക്കൽ ബാലഡ്സ്, അല്ലേ? അതിൽ കുറച്ച് കാര്യങ്ങൾ ഇഷ്യൂസ് വന്നപ്പോൾ, അതിനോട് ചില കാര്യങ്ങൾ യോജിക്കാനാകാതെ വന്നപ്പോൾ അദ്ദേഹം ആ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ബയോഗ്രഫിയ ലിറ്റററിയ വരുന്നത്, അല്ലേ? ഇനി നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വർക്കിംഗ് ടൈറ്റിൽ ഓഫ് ബയോഗ്രഫിയ ലിറ്റററിയ. വർക്കിംഗ് ടൈറ്റിൽ അല്ലെങ്കിൽ പറയും ആദ്യം ഇവർ ഉദ്ദേശിച്ചിരുന്ന ടൈറ്റിൽ എന്തായിരുന്നു എന്നുള്ളതാണ് മീനിങ്. ആൻസർ ഓട്ടോബയോഗ്രഫിയ ലിറ്റററിയാണ്. ഓട്ടോബയോഗ്രഫിയ ലിറ്റററിയാണ് ഇതിൻ്റെ വർക്കിംഗ് ടൈറ്റിൽ, അല്ലെങ്കിൽ ആദ്യം ഇവർ മുൻകൂട്ടി ഇടണം എന്ന് നിശ്ചയിച്ചിരുന്ന ടൈറ്റിൽ ഓട്ടോബയോഗ്രഫിയ ലിറ്റററിയാണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു കോളറിഡ്ജ് പോയട്രി ആൻഡ് പ്രോസ് ഡിഫർ ഇൻ ദെയർ. എന്താണ്? അക്കോർഡിംഗ് ടു കോളറിഡ്ജ് പോയട്രി ആൻഡ് പ്രോസ് ഡിഫർ ഇൻ ദെയർ ഡാഷ്. ഏതാണ്? വേർച്യു. അപ്പം നമ്മൾ നേരത്തെ വേർഡ്സ്വർത്തിന് ഇത് രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കണം. വേർഡ്സ്വർത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദർ ഈസ് നോ ലാംഗ്വേജ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോസ് ആൻഡ് പോയട്രി. ഇനി എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് മീറ്ററിൽ മാത്രമാണ്. കാരണം പോയട്രിക്ക് മീറ്റർ ഈസ് നോട്ട് എസെൻഷ്യൽ എന്ന് ആര് പറഞ്ഞിട്ടുണ്ടായിരുന്നു? വേർഡ്സ്വർത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കോളറിഡ്ജിൻ്റെ അഭിപ്രായത്തിൽ പോയട്രി ആൻഡ് പ്രോസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെർച്യൂലാണ് കേട്ടോ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ഹു കോൾസ് കോളറിഡ്ജ് ആസ് ദ ഫോർറണ്ണർ ഓഫ് ദ മോഡേൺ സയൻസ് ഓഫ് സെമാൻറ്റിക്സ് എന്ന് പറഞ്ഞത് ആരാണ്? I.A. റിച്ചാർഡ്സ് ആണ് കേട്ടോ. ഹു കോൾസ് കോളറിഡ്ജ് ആസ് ദ ഫോർറണ്ണർ ഓഫ് ദ മോഡേൺ സയൻസ് ഓഫ് സെമാൻറ്റിക്സ് എന്ന് പറഞ്ഞത് ആരാണ്? I.A. റിച്ചാർഡ്സ് ആണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഹു കോൾസ് കോളറിഡ്ജ് ആസ് ദ ഫോർറണ്ണർ ഓഫ് ദ മോഡേൺ സയൻസ് ഓഫ് സെമാൻറ്റിക്സ് എന്ന് പറഞ്ഞത് I.A. റിച്ചാർഡ്സ് ആണ്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വെൻ വാസ് പബ്ലിഷ്ഡ് ബയോഗ്രഫിയ ലിറ്റററിയ. എപ്പോഴാണ് ബയോഗ്രഫിയ ലിറ്റററിയ പബ്ലിഷ് ചെയ്ത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1817ലാണ്. കാരണം 1815 വരെ നമ്മുടെ പിന്നെ ലിറിക്കൽ ബാലഡ്സ്, അല്ലെ, അതിൻ്റെ ഭാഗങ്ങൾ എഡിഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1817ലാണ് ഇവിടെ ബയോഗ്രഫിയ ലിറ്റററിയ എന്നുള്ള വർക്ക് കോളറിഡ്ജിൻ്റെ പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മെനി ചാപ്റ്റേഴ്സ് ആർ ദർ ഇൻ ബയോഗ്രഫിയ ലിറ്റററിയ എന്ന് ചോദിക്കുമ്പോൾ ടോട്ടൽ 24 ചാപ്റ്റേഴ്സ് ചിലപ്പോൾ തരും. അതല്ലെങ്കിൽ എന്ത് തരും? 23 ചാപ്റ്റേഴ്സ് പ്ലസ് കൺക്ലൂഷൻ എന്ന് തരും. എന്താണെങ്കിലും ഏതെങ്കിലും ഒന്ന് തന്നെയാണ് അതിലുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ രണ്ടാണെങ്കിലും ചിന്തിക്കുക. 23 ചാപ്റ്റേഴ്സും പ്ലസ് കൺക്ലൂഷനും ആണ്. അങ്ങനെയാണ് 24 ചാപ്റ്റേഴ്സ് ഉള്ളത്. നമ്മുടെ വേർഡ്സ്വർത്ത് ആൻഡ് കോളറിഡ്ജ് അവരുടെ ലിറിക്കൽ ബാലഡ്സിൽ വരുന്നത് എത്രയാണ്? 19+4 ആണ്, അല്ലേ? 23 ആണ് വരുന്നത്. കാരണം 19 പോയിംസ് വേർഡ്സ്വർത്തിൻ്റെയും 4 പോയിംസ് കോളറിഡ്ജിൻ്റെ ആയിട്ടാണ് വരുന്നത്. അത് ശ്രദ്ധിക്കുക. ഇനി
അപ്പോൾ ഇവിടെ വരുന്ന 23 ചാപ്റ്റേഴ്സ് പ്ലസ് കൺക്ലൂഷനാണ്. ശ്രദ്ധിക്കുക. 7th ക്വസ്റ്റ്യൻ, കോളറിഡ്ജ് പബ്ലിഷ്ഡ് ഹിസ് വർക്ക് ഇൻ ഡാഷ് വോളിയം. അപ്പോൾ ഈ കോളറിഡ്ജ് ബയോഗ്രഫിയ ലിറ്റററിയ എന്നുള്ള വർക്ക് എങ്ങനെ 2 വോളിയംസ് ആയിട്ടാണ് അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? 2 വോളിയംസ് ആയിട്ടാണ് പബ്ലിഷ് ചെയ്തതെന്നുള്ളത് പറഞ്ഞു. ഇനി അതിൽ ഫസ്റ്റ് വോളിയത്തിൽ ഉൾപ്പെടുന്ന എത്ര ചാപ്റ്റേഴ്സ് ആണെന്നാണ് പറയുന്നത്. അതായത് ഫസ്റ്റ് വോളിയത്തിൽ വന്നിട്ട് ടോട്ടൽ നമുക്ക് എത്രയാണ്? 23 ചാപ്റ്റേഴ്സ് പ്ലസ് 1 കൺക്ലൂഷനാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വോളിയത്തിൽ 13 ചാപ്റ്റേഴ്സാണ് വരുന്നത്. 13 ചാപ്റ്റേഴ്സാണ്. പിന്നെ 14 മുതൽ കൺക്ലൂഷൻ അങ്ങോട്ട് വരെ എഴുതിയിട്ടുണ്ട്. സെക്കൻഡ് വോളിയത്തിലാണ് വരുന്നത്. അപ്പോൾ 13 ചാപ്റ്റേഴ്സാണ് ഫസ്റ്റ് വോളിയത്തിൽ വരുന്നത്. ഇതൊക്കെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് ആണെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇവിടെ നിന്നൊക്കെ എന്താണെങ്കിലും കേട്ടോ, കാരണം നമ്മുടെ കോളറിഡ്ജ് ആൻഡ് വേർഡ്സ്വർത്ത് എപ്പോഴും ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ ബയോഗ്രഫിയ ലിറ്റററിയ 2 വോളിയംസ് ആയിട്ടാണ് പബ്ലിഷ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വോളിയത്തിൽ 13 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. ബാക്കി ചാപ്റ്റേഴ്സ് വരുന്നത് സെക്കൻഡ് വോളിയത്തിലാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി 9th ക്വസ്റ്റ്യൻ ഇതാണ്. അക്കോർഡിംഗ് ടു കോളറിഡ്ജ് പോയട്രി ഈസ് ഡാഷ്. കോളറിഡ്ജിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് പോയട്രി എന്ന് വെച്ചാൽ? പോയട്രി ഈസ് ദ ബെസ്റ്റ് വേർഡ്സ് ഇൻ ദ ബെസ്റ്റ് ഓർഡർ ആണ്. ബെസ്റ്റ് വേർഡ്സ് ഇൻ ദ ബെസ്റ്റ് ഓർഡർ ആണ് ഏത്? കോളറിഡ്ജിൻ്റെ അഭിപ്രായത്തിൽ പോയട്രി. പക്ഷെ നമുക്ക് വേർഡ്സ്വർത്തിന് പറയുന്നതാണ് വാട്ട് ഈസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് വിച്ച് റികളക്റ്റഡ് ഇൻ ട്രയാങ്കുലിറ്റി എന്ന് പറയുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ 2 പേരുടെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുക. ഓക്കെ, കോളറിഡ്ജ് പറയുന്നത് പോയട്രി ഈസ് ദ ബെസ്റ്റ് വേർഡ്സ് ഇൻ ബെസ്റ്റ് ഓർഡർ ആണ്. അത് ഓർത്തിരിക്കുക. ചിലപ്പോൾ ചോദിക്കും ഹൂ സെഡ് പോയട്രി ഈസ് ദ ബെസ്റ്റ് വേർഡ്സ് ഇൻ ബെസ്റ്റ് ഓർഡർ എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം കോളറിഡ്ജ് ആണെന്ന് തിരിച്ചറിയാൻ കഴിയണം. ഓക്കെ, ഇനി 10th ക്വസ്റ്റ്യൻ, ഫാൻസി ഈസ് ഡാഷ് ഓഫ് പോയറ്റിക് ജീനിയസ്. ഡ്രേപ്പറി ഓഫ് പോയറ്റിക് ജീനിയസ് എന്നാണ് പറയുന്നത്. ഫാൻസി ഈസ് ദ ഡ്രേപ്പറി ഓഫ് പോയറ്റിക് ജീനിയസ് എന്നാണ് പറയുന്നത്. നമ്മുടെ കോളറിഡ്ജിൻ്റെ എപ്പോഴും ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. കോളറിഡ്ജിൻ്റെ 2 ടേംസ് ഉണ്ട്. അദ്ദേഹം പരിചയപ്പെടുന്ന 2 ടേംസ്, ഫാൻസി ആൻഡ് ഇമാജിനേഷൻ എന്ന് പറയുന്ന 2 ഭാഗങ്ങളുണ്ട്. അതെന്താണെന്നുള്ളത് ഒരു പക്ഷേ ചോദിക്കും. അതല്ലെങ്കിൽ എന്താണ് ഫാൻസി ആൻഡ് ഇമാജിനേഷൻ ആരുടെ ടേംസാണ് എന്ന് പറയുമ്പോൾ ബയോഗ്രഫിയ ലിറ്റററിയിൽ കോളറിഡ്ജ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഫാൻസി ആൻഡ് ഇമാജിനേഷൻ എന്നുള്ളത്. അതിൽ ഫാൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫാൻസി ഈസ് ദ ഡാഷ് ഓഫ് പോയറ്റിക് ജീനിയസ് എന്നാണ് പറയുന്നത്. ഫാൻസി ഈസ് ദ ഡ്രേപ്പറി ഓഫ് പോയറ്റിക് ജീനിയസ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി 11ാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു കോളറിഡ്ജ് ദർ ആർ 2 ടൈപ്സ് ഓഫ് ഡാഷ് ആണ് പറയുന്നത്. എന്താണ്? ഇമാജിനേഷൻ. നമ്മൾ പറഞ്ഞു ഫാൻസി ആൻഡ് ഇമാജിനേഷനാണ് ഇതിൽ മെയിനായിട്ടുള്ള ഒരു ഭാഗമാണത്. അതിൽ ഇമാജിനേഷൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള ഇമാജിനേഷനാണ് അദ്ദേഹം ഇവിടെ കൊണ്ടുവരുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് പ്രൈമറി ഇമാജിനേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ സെക്കൻഡറി ഇമാജിനേഷൻ. അപ്പോൾ അക്കോർഡിംഗ് ടു കോളറിഡ്ജ് there are 2 types of imagination. First one is primary imagination and the second one is secondary imagination. ഇനി 12ാമത്തെ ചോദ്യം, what deals with the fixities and definition? What deals with fixities and definition? അതെന്താണ്? ഫാൻസിയാണ്. ഫിക്സിറ്റീസിനെയും കുറിച്ചും ഡെഫിനിഷനെ കുറിച്ചും പറയുന്നത് എന്താണ്? ഫാൻസിയാണ്. വാട്ട് ഡീൽസ് വിത്ത് ഫിക്സിറ്റീസ് ആൻഡ് ഡെഫിനിഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ എന്താണ്? ഫാൻസിയാണ്. വാട്ട് ഡീൽസ് വിത്ത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. വാട്ട് ഡീൽസ് വിത്ത് ഫിക്സിറ്റീസ് ആൻഡ് ഡെഫിനിഷൻ എന്ന് ചോദിക്കുമ്പോൾ അതെന്താണ്? ഫാൻസിയാണ് എന്ന് ഓർത്തിരിക്കുക. ഇനി 13ാമത്തെ ചോദ്യം, ഹു ടേംഡ് വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ്. വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് ആരാണ്? കോളറിഡ്ജാണ്. അപ്പോൾ നമ്മൾ ഒത്തിരി ടേംസ് പഠിച്ചു അല്ലേ. വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് ആരാണ്? കോളറിഡ്ജാണ്. ഫാൻസി ആൻഡ് ഇമാജിനേഷൻ ആരാ പറയുന്നത്? കോളറിഡ്ജാണ്. പ്രൈമറി ഇമാജിനേഷൻ സെക്കൻഡറി ഇമാജിനേഷൻ എന്നതിൻ്റെ വേർതിരിക്കുന്നത് ആരാണ്? നമ്മുടെ കോളറിഡ്ജാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ടേംസ് ആയിട്ട് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ വില്യം വേർഡ്സ്വർത്തിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? നമ്മൾ പറഞ്ഞതാണ് ഈഗോട്ടിസ്റ്റിക്കൽ സബ്ലൈം പറഞ്ഞു അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പെട്ടെന്ന് ഓർത്തിരിക്കണം. അതേപോലെ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റിൽ ഇതുപോലെ കുറച്ച് ടേംസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? ഒബ്ജക്റ്റീവ്, കോറിലേറ്റീവ് ഒക്കെ അതിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ടേംസ് പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. നെഗറ്റീവ് ക്യാപ്പബിലിറ്റി, ആ ഒരു ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ് പറയുമ്പോൾ നമ്മൾ നെഗറ്റീവ് ക്യാപ്പബിലിറ്റിനെ കുറിച്ച്, ജോൺ കീറ്റ്സിൻ്റെ നെഗറ്റീവ് ക്യാപ്പബിലിറ്റിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുക. ഓക്കെ.
ഇനി അതേപോലെ ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി നമ്മൾ ആരെ പറഞ്ഞു, വില്യം വേർഡ്സ്വർത്തിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടേംസൊക്കെ ഒന്ന് പ്രത്യേകിച്ച് നോട്ട് ചെയ്യുക കേട്ടോ. ഇനി അടുത്തൊരു ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്, വാട്ട് ഈസ്, അപ്പോൾ ആരാണ് ഹൂ ടേംഡ് വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് എന്ന് പറയുമ്പോൾ കോളറിഡ്ജ് ആണ്. ഇനി വാട്ട് ഈസ് വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ വില്ലിംഗ്നെസ് ഓഫ് എ റീഡർ. What is willing suspension of disbelief? It is willingness of a reader or viewer to accept the unbelievable things of a work of fiction even if they are impossible. അതായത് എന്താണ് വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കോളറിഡ്ജ് എന്ന് പറഞ്ഞാൽ നേച്ചുറലിൽ നിന്ന് സൂപ്പർ നാച്ചുറലിലേക്ക് നമ്മളെ കൊണ്ടുപോയിട്ടുള്ള ഒരു റൈറ്ററാണ് അല്ലേ. അപ്പം റീഡേഴ്സിനെ സാധാരണ നാച്ചുറലായിട്ടുള്ള തിങ്സിൽ നിന്നും സൂപ്പർ നാച്ചുറൽ തിങ്സിലേക്ക്, അതായത് അൺബിലീവബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ സ്വീകരിക്കാനുള്ള ഒരു റെഡിനെസ്സാണ്, അല്ലെങ്കിൽ വില്ലിങ്നെസ്സാണ് എന്ത് പിന്നെ നമ്മുടെ റീഡേഴ്സിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ, അൺബിലീവബിളായിട്ടുള്ള കാര്യങ്ങളെ എന്ത് ചെയ്യണം, അങ്ങോട്ട് വിശ്വസിക്കുകയാണ് അല്ലേ, ഇതാണ് എന്ന് റീഡർ അതിലൂടെ മനസ്സിലാക്കുകയാണ്. ഓക്കെ, അപ്പോൾ നാച്ചുറലായിട്ടുള്ള തിങ്സിനെ സൂപ്പർ നാച്ചുറലായിട്ടുള്ള തിങ്സിലേക്ക് മാറ്റിയെടുക്കാനുള്ള, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാനുള്ള റീഡറിൻ്റെ വില്ലിങ്നെസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം, ഒറിജിനൽ ടൈറ്റിൽ ഓഫ് ദ വർക്ക്. ഈ വർക്കിൻ്റെ ഒറിജിനൽ ടൈറ്റിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബയോഗ്രഫിയ ലിറ്റററിയ ഓർ ബയോഗ്രഫിക്കൽ സ്കെച്ചസ് ഓഫ് മൈ ലിറ്റററി ലൈഫ് ആൻഡ് ഒപ്പീനിയൻസ്. ബയോഗ്രഫിയ ലിറ്റററിയ ഓർ ബയോഗ്രഫിക്കൽ സ്കെച്ചസ് ഓഫ് മൈ ലിറ്റററി ലൈഫ് ആൻഡ് ഒപ്പീനിയൻസ്. അപ്പോൾ നമ്മൾ ബയോഗ്രഫിയ ലിറ്റററി കണ്ടു, ഓട്ടോബയോഗ്രഫിയ ലിറ്റററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വർക്കിംഗ് ടൈറ്റിൽ, അല്ലെങ്കിൽ ആദ്യം ആ ഒരു ഉദ്ദേശിച്ചിരുന്ന ടൈറ്റിലാണ് ഓട്ടോബയോഗ്രഫിയ ലിറ്റററിയ. ബട്ട് ഇതിൻ്റെ ഒറിജിനൽ ടൈറ്റിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബയോഗ്രഫിയ ലിറ്റററിയ ഓർ ബയോഗ്രഫിക്കൽ സ്കെച്ചസ് ഓഫ് മൈ ലിറ്റററി ലൈഫ് ആൻഡ് ഒപ്പീനിയൻസ് ആണ്. ഈ 16ാമത്തെ ചോദ്യം, വിച്ച് ആർ ദ പോയംസ് ഡസ് കോളറിഡ്ജ് കോൺട്രിബ്യൂട്ട് ടു ലിറിക്കൽ ബാലഡ്സ്. ലിറിക്കൽ ബാലഡ്സിലേക്ക് കോളറിഡ്ജിൻ്റെ സംഭാവന 4 പോയംസ് ആണ്. ഏതൊക്കെയാണ്? ദ റൈം ഓഫ് ദി ആൻഷ്യൻ മറൈനർ, ദ ഡഞ്ചിയൻ, അതേപോലെ തന്നെ ഏതാണ് നമ്മുടെ ദ നൈറ്റിൻഗേൾ ആൻഡ് ഫോസ്റ്റർ മദേഴ്സ് ടെയിൽ. ഈ 4 പോംസാണ് ആരുടെ വക? കോളറിഡ്ജിൻ്റെ വക നമ്മുടെ ലിറിക്കൽ ബാലഡ്സിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? ദി റൈം ഓഫ് ദി ആൻഷ്യൻ മാരിനർ, ദ നൈറ്റിൻഗേൾ, അതേപോലെ തന്നെ ദ ഡഞ്ചിയൻ ആൻഡ് ഫോസ്റ്റർ മദേഴ്സ് ടെയിൽ എന്ന് പറയുന്ന 4 വർക്കുകളാണ്. ഇതിൽ ലിറിക്കൽ ബാലഡ്സിൽ ഫസ്റ്റ് പോയമായിട്ട് ആൻഷ്യൻ മാരിനർ ആയിരുന്നു. എന്നിട്ടത് പിന്നീടുള്ള എഡിഷനിൽ വന്നപ്പോൾ ലാസ്റ്റ് പോമാക്കിയിട്ട് മാറുന്നൊക്കെ ഉണ്ട്. ഇനി 17ാമത്തെ ചോദ്യം, ഷേപ്പിംഗ് ആൻഡ് മോഡിഫയിങ് പവർ ഈസ് നോൺ ആസ് SM പ്ലാസ്റ്റിക് പവർ. SM പ്ലാസ്റ്റിക് പവർ എന്നുള്ള ആ ഒരു ടേം കൊണ്ടുവരുന്നത് ആരാണ്? കോളറിഡ്ജാണ്. അത് ഓർത്തിരിക്കുക. SM പ്ലാസ്റ്റിക് പവർ, ഷേപ്പിംഗ് ആൻഡ് മോഡിഫയിങ് ഈസ് നോൺ ആസ് SM പ്ലാസ്റ്റിക് പവർ. ഇനി 18ാമത്തെ ചോദ്യം, ഫാൻസി ഈസ് ദ ഡ്രേപ്പറി ഓഫ് പോയറ്റിക് ജീനിയസ്. നമ്മൾ നേരത്തെ കണ്ടതാണ്. ഫാൻസി ഈസ് ദ ഡ്രേപ്പറി ഓഫ് പോയറ്റിക് ജീനിയസ് ബട്ട് ഇമാജിനേഷൻ ഈസ് വെരി സോൾ. ഫാൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രേപ്പറി ഓഫ് പോയറ്റിക് ജീനിയസ് ആണ്. പക്ഷേ ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ വെരി സോളാണ്. വിച്ച് ഫോം ഓൾ ഇൻ ടു വൺ ഗ്രേസ്ഫുൾ ആൻഡ് ഇൻ്റലക്ച്വൽ ഓൾ കോട്ടഡ് ബൈ കോളറിഡ്ജ്. ഫാൻസി ഈസ് ദ ഡ്രേപ്പറി ഓഫ് എ പോയറ്റിക് ജീനിയസ് ആൻഡ് ഇമാജിനേഷൻ ഈസ് വെരി സോൾ which form all into one graceful and intellectual all quoted by Coleridge. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 19ാമത്തെ ചോദ്യമാണ്. 19ാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു കോളറിഡ്ജ് ഇമാജിനേഷൻ ഈസ് ഡാഷ് ആൻഡ് ഡാഷ്. 19ാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു കോളറിഡ്ജ് ഇമാജിനേഷൻ ഈസ് ഡാഷ് ആൻഡ് ഡാഷ് ആണ്. ആൻസർ മാജിക്കൽ ആൻഡ് സിന്തറ്റിക് പവറാണ്. അക്കോർഡിംഗ് ടു കോളറിഡ്ജ് ഇമാജിനേഷൻ ഈസ് ഡാഷ് ആൻഡ് ഡാഷ്, മാജിക്കൽ ആൻഡ് സിന്തറ്റിക് പവറാണ്. അക്കോർഡിംഗ് ടു കോളറിഡ്ജ് ഇമാജിനേഷൻ ഈസ് ഡാഷ് ആൻഡ് ഡാഷ് ആണ്, മാജിക്കൽ ആൻഡ് imagination is magical and synthetic power.
സോറി, കുറച്ച് ടൈം. ഓക്കെ, അടുത്ത ചോദ്യം, 20ാമത്തെ ചോദ്യം. ഡാഷ് ഈസ് ആൻ ഇൻവോളണ്ടറി ആക്ഷൻ ഓഫ് ദ മൈൻഡ്. ഡാഷ് ഈസ് ആൻ ഇൻവോളണ്ടറി ആക്ഷൻ ഓഫ് ദ മൈൻഡ് എന്ന് വെച്ചാൽ പ്രൈമറി ഇമാജിനേഷനാണ്. ഇൻവോളണ്ടറി ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രൈമറി ഇമാജിനേഷനാണ്. ഓക്കെ, ഡാഷ് ഈസ് ആൻ ഇൻവോളണ്ടറി ആക്ഷൻ ഓഫ് ദ മൈൻഡ്, പ്രൈമറി ഇമാജിനേഷൻ. ഇനി ഡാഷ് ഈസ് ആൻ ഇൻവോളണ്ടറി ആക്ഷൻ ഓഫ് ദ മൈൻഡ്, പ്രൈമറി ഇമാജിനേഷൻ. ഡാഷ് ഈസ് ആൻ ഇൻവോളണ്ടറി ആക്ഷൻ ഓഫ് ദ മൈൻഡ് എന്ന് ചോദിച്ചാൽ ആൻസർ പ്രൈമറി ഇമാജിനേഷൻ. ഇനി 21ാമത്തെ ചോദ്യം. വിച്ച് ഇമാജിനേഷൻ മേക്സ് ആർട്ടിസ്റ്റിക് ക്രിയേഷൻ പോസിബിൾ? സെക്കൻഡറി ഇമാജിനേഷൻ. വിച്ച് ഇമാജിനേഷൻ മേക്സ് ആർട്ടിസ്റ്റിക് ക്രിയേഷൻ പോസിബിൾ? ആർട്ടിസ്റ്റിക് ക്രിയേഷനാണ്. മറ്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ സംഭവിക്കുന്നതാണ് പ്രൈമറി ഇമാജിനേഷൻ. സെക്കൻഡ് വരുമ്പോൾ ആർട്ടിസ്റ്റിക് ക്രിയേഷൻ പോസിബിൾ ആക്കുന്ന ഏതാണ്? സെക്കൻഡറി ഇമാജിനേഷൻ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സെക്കൻഡറി ഇമാജിനേഷനാണ് ആർട്ടിസ്റ്റിക് ക്രിയേഷൻ പോസിബിൾ ആക്കുന്നത്. ഇനി 22ാമത്തെ ചോദ്യം. ഹൂ ആർ ദ poets included in the lake school? Who are the poets included in the poets ആണ് കേട്ടോ. Who are the poets included in the lake school എന്ന് ചോദിച്ചാൽ ആൻസർ വില്യം വേർഡ്സ്വർത്ത്, കോളറിഡ്ജ് ആൻഡ് റോബർട്ട് സൂതി. പിന്നെ അവർ മാത്രമല്ല, അവരുടെ കൂടെ കുറച്ച് ചാൾസ് ലാംബു പോലെയുള്ള കുറച്ച് ആളുകൾ കൂടെ വരുന്നുണ്ട്. പക്ഷേ മെയിനായിട്ട് നമ്മൾ പറയുമ്പോൾ ഹൂ ആർ ദ പോയറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ ലേക്ക് സ്കൂൾ എന്ന് പറയുമ്പോൾ വേർഡ്സ്വർത്ത്, കോളറിഡ്ജ് ആൻഡ് സൂതിനെയാണ് പറയുക. ബാക്കി കുറച്ചുകൂടി ആളുകൾ പിന്നീട് വരുന്നുണ്ട്. ഓക്കെ, അതാണ് പറയുന്നത്. ദേ വർ അസോസിയേറ്റഡ് വിത്ത് സെവറൽ അതർ പോയറ്റ്സ് ആൻഡ് റൈറ്റേഴ്സ്. ഇനി പറയുന്നത് 23ാമത്തെ ചോദ്യമാണ്. 23ാമത്തെ ചോദ്യം ഇതാണ്. കോളറിഡ്ജസ് ക്രിറ്റിക്കൽ വർക്ക്സ്. കോളറിഡ്ജിൻ്റെ ക്രിറ്റിക്കൽ വർക്കുകൾ ഏതൊക്കെയാണ്? അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും എപ്പോഴും അറിയപ്പെടുന്നത് ബയോഗ്രഫിയ ലിറ്റററിയ എന്നുള്ള ഈ ഒരു വർക്കാണ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു വർക്കാണ് ലെക്ചേഴ്സ് ഓഫ് ഷേക്സ്പിയർ ആൻഡ് അതർ പോയറ്റ്സ്. എന്നുള്ള ഈ ഒരു ക്രിറ്റിക്കൽ വർക്ക്സ്. അപ്പം നമ്മൾ പ്രത്യേകിച്ചും വില്യം വേർഡ്സ്വർത്തിനെയും അതേപോലെ തന്നെ കോളറിഡ്ജിനെയും പഠിക്കുമ്പോൾ രണ്ടും ഏതാണ്ട്, അതായത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് നോക്കാം, ബട്ട് പഠിച്ച് കഴിഞ്ഞിട്ട് വേണം ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്യാൻ. പഠിക്കുന്ന സമയത്ത് രണ്ടും എന്ത് ചെയ്യരുത്? ഒരേ ദിവസം പഠിക്കരുത് കേട്ടോ. രണ്ടും ഒരേ ദിവസം പഠിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് മാറിപ്പോവും. തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് പഠിക്കുക. ഇന്നൊരെണ്ണം പഠിച്ച് നാളേക്ക് ഒരെണ്ണം പഠിക്കുക. കാരണം അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇന്ന് പഠിച്ചിട്ട് കുറേ ദിവസം കഴിഞ്ഞ് അടുത്ത് പഠിക്കരുത്. രണ്ടിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണം, എന്നാൽ രണ്ടും കൺഫ്യൂസ്ഡ് ആയി പോവുകയും ചെയ്തത്. അപ്പോൾ അത് അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡിസ്കസ് ചെയ്തോളൂ, പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ക്രിറ്റിക്കൽ വർക്കുകൾ ഏതൊക്കെയാണ്? ബയോഗ്രഫിയ ലിറ്റററിയ, അതേപോലെ തന്നെ ലെക്ചേഴ്സ് ഓഫ് ഷേക്സ്പിയർ ആൻഡ് അതർ പോയറ്റ്സ് ആണ് ഇദ്ദേഹത്തിൻ്റെ ക്രിറ്റിക്കൽ വർക്കുകൾ. ഇനി 24ാമത്തെ ചോദ്യം. വിച്ച് മാർക്ക്ഡ് ദ റൈസ് ഓഫ് ദ ബ്രിട്ടീഷ് റൊമാൻറ്റിക് മൂവ്മെൻറ്റ്? ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ബ്രിട്ടീഷ് റൊമാൻറ്റിക് മൂവ്മെൻറ്റിൻ്റെ തുടക്കത്തിന് കാരണമാവുന്ന ഏതാണ്? ഈ പറഞ്ഞ പബ്ലിക്കേഷൻ ഓഫ് ലിറിക്കൽ ബാലഡ്സ് ആണ് അല്ലേ. പബ്ലിക്കേഷൻ ഓഫ് ലിറിക്കൽ ബാലഡ്സ് ഇൻ 1791 അല്ല കേട്ടോ, 1798 ആണ്. 1798 ഇൻ ദ കൊളാബറേഷൻ ഓഫ് വില്യം വേർഡ്സ്വർത്ത് ആൻഡ് കോളറിഡ്ജ് ആണ്. പബ്ലിക്കേഷൻ ഓഫ് ലിറിക്കൽ ബാലഡ്സ് ഇൻ 1798 ആണ് കേട്ടോ. ലിറിക്കൽ ബാലഡ്സ് പബ്ലിഷ് ചെയ്തത് 1798 അപ്പോൾ ഇതാണ് എന്താണ് ഈ റൊമാൻറ്റിക് മൂവ്മെൻറ്റിൻ്റെ ഉദയത്തിന് കാരണമാകുന്നത്. ഇതാണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞൊരു കാര്യമായിരുന്നു. ഇനി 25ാമത്തെ ചോദ്യം. ഹു വാസ് ദ ഫസ്റ്റ് ഇംഗ്ലീഷ് റൈറ്റർ ഇൻസിസ്റ്റ് ദാറ്റ് എവറി വർക്ക് ഓഫ് ആർട്ട് ഈസ് ആൻ ഓർഗാനിക് ഹോൾ എന്ന് പറഞ്ഞ കോളറിഡ്ജാണ്. ഇപ്പോൾ ഇതിൽ പറയുമ്പോൾ നമുക്കിതൊക്കെ പെട്ടെന്ന് കോളറിഡ്ജാണെന്ന് കിട്ടും. പക്ഷെ നമ്മളത് വേറിട്ട് തന്നെ പഠിക്കണം. എങ്കിലാണ് നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ സെപ്പറേറ്റ് കാണുമ്പോൾ അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ പഠിക്കുമ്പോൾ ഇങ്ങനെ തന്നെ പറഞ്ഞു. ഹു വാസ് ദ ഫസ്റ്റ് ഇംഗ്ലീഷ് റൈറ്റർ ഇൻസിസ്റ്റ് ദാറ്റ് എവറി വർക്ക് ഓഫ് ആർട്ട് ഈസ് ആൻ
ഓർഗാനിക് ഓൾ എന്ന് പറയുന്നത് കോളറിഡ്ജാണ്. അങ്ങനെ തന്നെ വേറെ വേറെ പറഞ്ഞ് പഠിക്കുക തന്നെ വേണം കേട്ടോ. ഹു വാസ് ദ ഫസ്റ്റ് ഇംഗ്ലീഷ് റൈറ്റർ ഇൻസിസ്റ്റ് ദാറ്റ് എവറി വർക്ക് ഓഫ് ആർട്ട് ഈസ് ആൻ ഓർഗാനിക് ഓൾ എന്ന് പറഞ്ഞത് ആരാണ്? കോളറിഡ്ജാണ്. ഇനി 26ാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു കോളറിഡ്ജ് വിച്ച് ആർ ദ 2 കാർഡിനൽ പോയിൻറ്റ്സ് ഓഫ് പോയട്രി. കോളറിഡ്ജ് പറയുന്നുണ്ട് ഈ പോയട്രിയെ സംബന്ധിച്ച് 2 കാർഡിനൽ പോയിൻറ്റ്സ് ആണ്. എങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ, നാച്ചുറൽ പോയട്രിയും അതേപോലെ തന്നെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത് ഇവിടെ പറഞ്ഞെന്ന് പറയാം. നാച്ചുറൽ പോയട്രി, സൂപ്പർ നാച്ചുറൽ പോയട്രിയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ വരുന്നത്. അപ്പോൾ അതിന് 2 കാർഡിനൽ പോയിൻറ്റ്സ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേതൊക്കെയാണ് കാർഡിനൽ പോയിൻറ്റ്സ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ബയോഗ്രഫി ലിറ്റററിയിൽ. ഇതൊക്കെയാണ്. ചോദ്യം ഇതാണ്, അക്കോർഡിംഗ് ടു കോളറിഡ്ജ് വിച്ച് ആർ ദ 2 കാർഡിനൽ പോയിൻറ്റ്സ് ഓഫ് പോയട്രി എന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഇതാണ്. ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ പവർ ഓഫ് exciting the sympathy of the reader by faithful adherence. എന്താണ്? ദ പവർ ഓഫ് എക്സൈറ്റിംഗ് ദ സിമ്പതി ഓഫ് ദ റീഡർ ബൈ ഫെയ്ത്ത്ഫുൾ അഡ്ഹിയറൻസ് ടു ദ ട്രൂത്ത് ഓഫ് നേച്ചർ. സിമ്പതി എക്സൈറ്റ് ചെയ്യുക അല്ലെ, ദ പവർ ഓഫ് എക്സൈറ്റിംഗ് സിമ്പതി ടു ദ റീഡർ ആണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. ഇനി സെക്കൻഡ് പോയിന്റ് പറയുന്നത് ദ പവർ ഓഫ് ഗിവിങ് ദി ഇൻട്രസ്റ്റ് ഓഫ് നോവൽറ്റി ബൈ ദ മോഡിഫൈയിങ് കളേഴ്സ് ഓഫ് ഇമാജിനേഷൻ. The power of giving the interest of novelty by the modifying കളേഴ്സ് ഓഫ് ഇമാജിനേഷനാണ് ആ 2 കാർഡിനൽ പോയിൻറ്റ്സ്. ഇത് ചിലപ്പോൾ സിലോജിസം മോഡലായതുകൊണ്ട് ചിലപ്പോൾ ചോദിച്ചേക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഓപ്ഷൻ ഇട്ട് ഇത് 2 തന്നിട്ട് എ ശരിയാണ്, ബി ശരിയാണ്, അല്ലെങ്കിൽ എയും ബി ശരിയാണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പോയിൻ്റാണിത്. അതുകൊണ്ടാണ് ഞാനത് ഇതിലിട്ടത് കാർഡിനൽ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഒന്ന് പവർ ഓഫ് എക്സൈറ്റിംഗ് സിമ്പതി ഇൻ ദ റീഡറാണ്. സെക്കൻഡ് വൺ പവർ ഓഫ് ഗിവിങ് ഇൻട്രസ്റ്റ് ഓഫ് നോവൽറ്റി. പവർ ഓഫ് ഗിവിങ് ദ ഇൻട്രസ്റ്റ് ഓഫ് നോവൽറ്റി ആണ്. പിന്നെ എക്സൈറ്റിംഗ് സിമ്പതി, മറ്റേ പവർ ഓഫ് ഗിവിങ് നോവൽറ്റി. ഓക്കെ, ഇൻട്രസ്റ്റ് ഓഫ് നോവൽറ്റി. ഇനി 27ാമത്തെ ചോദ്യം, വിച്ച് ആർ ദ 2 ടൈപ്സ് ഓഫ് പോയട്രി അക്കോർഡിംഗ് ടു കോളറിഡ്ജ്. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, വിച്ച് ആർ ദ 2 ടൈപ്സ് ഓഫ് പോയട്രി അക്കോർഡിംഗ് ടു കോളറിഡ്ജ്. വിച്ച് ആർ ദ 2 ടൈപ്സ് ഓഫ് പോയട്രി അക്കോർഡിംഗ് ടു കോളറിഡ്ജ്. ആൻസർ ദ പോയട്രി ഓഫ് നേച്ചർ. ഒന്ന് പോയട്രി ഓഫ് നേച്ചർ, സെക്കൻഡ് ദ സൂപ്പർ നാച്ചുറൽ പോയട്രി. നമ്മൾ പറഞ്ഞല്ലോ, ആദ്യം നാച്ചുറലായിട്ടുള്ള പോയട്രി പറഞ്ഞു, പിന്നീട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, വില്ലിങ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫിലൂടെ ആളുകളിലേക്ക് അത് സൂപ്പർ നാച്ചുറലായിട്ട് മാറ്റാനുള്ള ഒരു എബിലിറ്റി അവിടെ വരുന്നു അല്ലേ. അപ്പോൾ നേച്ചർ പോയട്രി അതേപോലെ സൂപ്പർ നാച്ചുറൽ പോയട്രി, ഇതാണ് 2 ടൈപ്സ് ഓഫ് പോയട്രി അക്കോർഡിംഗ് ടു കോളറിഡ്ജ് എന്ന് പറയുന്നത്. ഇനി 78ാമത്തെ ചോദ്യം, കോളറിഡ്ജ് ഡിഡ് നോട്ട് അഗ്രി വിത്ത് വേർഡ്സ്വർത്ത്സ് വ്യൂ ഓൺ ഡാഷ്. കോളറിഡ്ജിന് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ബയോഗ്രഫിയ ലിറിക്കൽ ബാലറ്റ്സിൽ അദ്ദേഹം എഗെയിൻസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ടേം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? അതായത് ലിറിക്കൽ ബാലറ്റ്സ് 1798 പിന്നീട് വന്നിട്ടുള്ള പ്രിഫേസ് ടു ലിറിക്കൽ ബാലറ്റ്സ് എന്ന് പറയുന്ന ആ വർക്കിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ വേർഡ്സ്വർത്തിനോട് ചേർന്ന് നിൽക്കാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ പോയറ്റിക് ഡിക്ഷനാണ്. കോളറിഡ്ജ് ഡിഡ് നോട്ട് അഗ്രി വിത്ത് വേർഡ്സ്വർത്ത്സ് വ്യൂ ഓൺ പോയറ്റിക് ഡിക്ഷൻ. കോളറിഡ്ജ് ഡിഡ് നോട്ട് അഗ്രി വിത്ത് വേർഡ്സ്വർത്ത്സ് വ്യൂ ഓൺ പോയറ്റിക് ഡിക്ഷൻ. ഇനി 29ാമത്തെ ചോദ്യം, ഹൂ ഈസ് നോൺ ആസ് ദ ഫസ്റ്റ് റൊമാൻറ്റിക് ക്രിറ്റിക്. ഹൂ ഈസ് നോൺ ആസ് ദ ഫസ്റ്റ് റൊമാൻറ്റിക് ക്രിറ്റിക്? ഇറ്റ് ഈസ് ലോഞ്ചിനസ്. ഹൂ ഈസ് നോൺ ആസ് ദ ഫസ്റ്റ് റൊമാൻറ്റിക് ക്രിറ്റിക് എന്ന് വെച്ചാൽ ആൻസർ ലോഞ്ചിനസ് ആണ്. ഹൂ ഈസ് നോൺ ആസ് ദ ഫസ്റ്റ് റൊമാൻറ്റിക് ക്രിറ്റിക് എന്ന് വെച്ചാൽ ഫസ്റ്റ് റൊമാൻറ്റിക് ക്രിറ്റിക് ആണ് കേട്ടോ. ഫസ്റ്റ് റൊമാൻറ്റിക് ക്രിറ്റിക് എന്ന് വെച്ചാൽ ലോഞ്ചിനസ് ആണ്. ഇനി 30ാമത്തെ ചോദ്യം, ഫാദർ ഓഫ് ഇംപ്രഷനിസ്റ്റിക് ക്രിറ്റിസിസം. ഫാദർ ഓഫ് ഇംപ്രഷനിസ്റ്റിക് ക്രിറ്റിസിസം എന്ന് പറയുന്ന കോളറിഡ്ജ്. ഫസ്റ്റ് റൊമാൻറ്റിക് ക്രിറ്റിക് ലോഞ്ചിനസ്, ഇംപ്രഷനിസ്റ്റിക് ക്രിറ്റിക് ആരാണ്? കോളറിഡ്ജ്. ഫാദർ ഓഫ് ഇംപ്രഷനിസ്റ്റിക് ക്രിറ്റിക് കോളറിഡ്ജ് ആണ്. ഫാദർ ഓഫ് ഇംപ്രഷനിസ്റ്റിക് ക്രിറ്റിക് കോളറിഡ്ജ് ആണ്. 31ാമത്തെ ചോദ്യം, ഡാഷ് ബ്രിങ്സ് ദ whole soul of man into activity. Poetry. Dash brings the whole soul of man. Dash brings the whole soul of man into activity. Answer poetry. Dash brings the whole soul of man into activity.
അപ്പം നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതെല്ലാം അത്യാവശ്യം വേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായിട്ടെന്ന് തോന്നുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതേപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്താണെങ്കിലും ഡിസ്കസ് ചെയ്യണം. അത് കുറച്ച് കൂടുതൽ പറയാനുള്ളത് കാരണമാണ് ഞാനത് ഒന്ന് വിട്ടിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് ഇതിൽ പറയാൻ സമയം ഉണ്ടാവില്ല എന്ന് കരുതുന്നത് കൊണ്ടാണ് പറയുന്നത്. എന്താണെങ്കിലും അത് ചോദിച്ചത് ഇതായിരുന്നു, ഓപ്പറാൻഡ് കണ്ടീഷനിങ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞാനത് എത്രാമത്തെ ക്വസ്റ്റ്യൻ, ഒരു 9th വണ്ണാണ് തോന്നുന്നു. ആ ഒരു പാർട്ട് ഞാൻ ഓർക്കുന്നില്ല ഏതാണെന്ന്, അതൊക്കെ നോക്കിയിട്ട് ഞാൻ പറയാം. എന്തായാലും ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഓപ്പറാൻഡ് കണ്ടീഷനിങ്ങും രണ്ടാണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് പാവ്ലോവാണ്, അതേപോലെ തന്നെ ഓപ്പറാൻഡ് കണ്ടീഷനിങ് സ്കിന്നറാണ്. അത് രണ്ടാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അതിലൊരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. കണ്ടീഷൻഡ് റെസ്പോൺസ് തിയറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. അപ്പോൾ ഓപ്പറാൻഡ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെൻ്റൽ കണ്ടീഷനിങ് ആണ്. അതിനെക്കുറിച്ച് കൂടുതൽ വിത്ത് എക്സാമ്പിളോട് കൂടിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. കാരണം ഇപ്പോൾ പറയാവുന്നതേ ഉള്ളൂ, പക്ഷെ അത് ഞാൻ അതിൻ്റെ ഏത് പാർട്ടിലാണ് ആ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത് ഇപ്പോൾ നോക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോൾ അത് പറയാം, ഏത് പാർട്ടാണ് ഏത് ക്വസ്റ്റ്യനാണ് എന്നുള്ളതൊക്കെ നോക്കാം. അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. കാരണം നമുക്കും ചെറുതായിട്ട് മിസ്റ്റേക്കുകളൊക്കെ പറ്റാം. എങ്കിലും മാക്സിമം പിന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്നത്. എങ്കിലും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ പഠിച്ചു തീർക്കാൻ നോക്കുക. വളരെ കുറച്ച് ദിവസങ്ങളുള്ളൂ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.